പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും സംസാരിക്കുവാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തിനിടയാക്കിയതോർത്ത് ദൈവത്തിന് 16 കോടി സ്തോത്രം. ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും ഗ്രൂപ്പിൽ ശ്രവിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. എല്ലാവരും ഈസ്റ്റർ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഓർക്കുന്ന സൺഡേ ആയി കരുതി എല്ലാവരും വളരെ സന്തോഷമുള്ളവരായി അവരവർ ചർച്ചിൽ പോവുകയും ആരാധനയ്ക്ക് പങ്കെടുക്കുകയും ചെയ്ത ഒരു ദിവസമാകുന്നു ഇന്ന്. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം കൊണ്ടാടുന്ന ഒരാഘോഷമായി ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണുന്നു. വെള്ളിയാഴ്ച യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, വെള്ളി, ശനി, ഞായർ 3 ദിവസം കൗണ്ട് ചെയ്തുകൊണ്ട് ഉയർപ്പിൻ്റെ ഒരു ദിവസമായി സൺഡേയിൽ വൺസ് ഇൻ എ ഇയർ, ആണ്ടിൽ ഒരു പ്രാവശ്യം ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഈ ഉയർപ്പിൻ്റേതായിട്ടുള്ള ഈ സൺഡേ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയുന്നില്ല. അതൊരു കോൺട്രവേഴ്സി ആയിട്ടോ ഒരു ഡിസ്പ്യൂട്ടോ ആയിട്ടോ ഞാൻ പറയുന്നതല്ല. തീർച്ചയായിട്ടും ബിബ്ലിക്കൽ സ്ക്രിപ്റ്റേഴ്സിനോട് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് ഒരിക്കലും ഒരു ഫ്രൈഡേ ആയിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫസി, ഒരു പ്രവചനം വളരെ ക്ലിയറായിട്ട് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിൽ ഇരിക്കേണ്ടതാകുന്നു എന്നുള്ള പ്രവചനം യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷവും എത്ര ദിവസം ആയിരിക്കും ഭൂമിക്കുള്ളിലായിരിക്കേണ്ടത് എന്നുള്ളത് വളരെ വിശദമായിട്ട് ഒരു പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയെങ്കിൽ ഞായറാഴ്ച രാവിലെയാണ് യേശുക്രിസ്തു ഉയർത്തെങ്കിൽ ആ രാവിലെ മുതലുള്ള ആ സമയം പുറകോട്ട് 3 രാവും 3 പകലും കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും വെള്ളിയാഴ്ച എന്ന ദിവസമല്ല ലോകം അത് കൊണ്ടാടുന്നു, ദുഃഖ വെള്ളിയാഴ്ച ആയിട്ട്. അങ്ങനെ ഒരു ദുഃഖം ആചരിക്കുവാൻ ബൈബിളിൽ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഈ കാണുന്ന ക്രിസ്തീയ ഗോളത്തിൽ ഉള്ള കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ അടങ്ങുന്ന ആ സമൂഹത്തെ ആണല്ലോ ക്രിസ്തീയ സമൂഹം എന്ന് ലോകർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ തീർച്ചയായിട്ടും ഈ ആഘോഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, ആണ്ടുകൾ ഒന്നിനെക്കുറിച്ചുള്ള ആഘോഷത്തെക്കുറിച്ച് അപ്പോസ്തലന്മാരായിരിക്കുന്ന യേശുക്രിസ്തു തിരഞ്ഞെടുത്തായിരിക്കുന്ന അപ്പോസ്തലന്മാർ ഒരിക്കലും പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമാക്കാനല്ല ഞാൻ പറഞ്ഞത്. ആണ്ടിൽ ഒരു പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ, മരണത്തെ, ഉയർപ്പിനെ ഓർക്കുന്നതായ ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കലായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ, ഗോൽഗോഥായിൽ, ക്രൂശിന്മേൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടു. അവൻ്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകിയ രക്തം, അവസാനം വെള്ളം പോലും പുറപ്പെട്ടു എന്ന് ബൈബിളിൽ കാണുമ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്ഷനും ആ സാക്രിഫൈസും എല്ലാ ദിവസവും ഓർക്കേണ്ടതും, ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ 24 മണിക്കൂറും നമ്മൾ വഹിക്കുന്നവരായിരിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ. അല്ല എങ്കിൽ ലോകപരമായി ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം
അവനെ ഓർക്കുകയും അവൻ്റെ ജനനത്തെ ആഘോഷിക്കുകയും ചെയ്യുന്നത് ലോകപരമായിട്ടുള്ളതൊന്ന് മാത്രമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുകൂടെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ ജനിക്കണം. അതാകുന്നു യഥാർത്ഥ ക്രിസ്മസ്. ഈ ക്രിസ്മസ് എന്നുള്ളതും ഡിസംബർ 25 എന്ന് പറയുന്നതും ഒരിക്കലും ബൈബിളിൽ പ്രതിപാദിക്കുകയോ സൂചനയോ നൽകുന്ന ഒരു ഡേറ്റ് അല്ല. പിന്നെയോ പരമ്പരാഗതമായി AD 325 ശേഷം വന്ന വിശ്വാസ പ്രമാണങ്ങൾ ക്രിസ്ത്യാനികളിൽ ലയിച്ച് അത് അവരുടെ ബ്ലഡിൽ കലർന്നിരിക്കുന്നത് കൊണ്ട് എല്ലാം ഒരു മാനുഷിക ആഘോഷങ്ങൾ കൊണ്ടാടുന്നു എന്ന് മാത്രമേ പറയുവാനുള്ളൂ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ച വിഷയമായിരുന്നു ഫോർ മെനി ആർ കോൾ ബട്ട് ഫ്യൂ ആർ ചോസൺ. വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള അനേക വിശ്വാസികൾ അവർ ക്ലെയിം ചെയ്യുന്നു അവർ വിളിക്കപ്പെട്ടവരാകുന്നു. പല രീതിയിലുള്ള വിളികൾ, ശബ്ദങ്ങൾ, പല സ്വപ്നങ്ങൾ, പല ദർശനങ്ങൾ അവർ കേൾക്കുകയും പല സ്വപ്നങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട് എന്ന് പലരും പറയുകയും സാക്ഷി പറയുകയും ചെയ്യുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു അങ്ങനെ വിളിക്കപ്പെട്ടവർ അനേകരാണ്, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചോസൺ വൺസ്. ഫോർ മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിങ്ങളാകുന്നുവോ എന്ന് ഈ ദിവസങ്ങളിൽ പരിശോധിച്ച് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ അറിഞ്ഞ് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതാകുന്നു എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ആരെയാണ് തിരഞ്ഞെടുത്തതെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറയുണ്ടായി. യേശു ക്രിസ്തു പറഞ്ഞു ഹാവ് നോട്ട് ഐ ചോസൺ യു. ജോൺ 15:16 പറയുന്നു യു ഹാവ് നോട്ട് ചോസൺ മീ ബട്ട് ഐ ഹാവ് ചോസൺ യു ആൻഡ് ഓർഡൈൻഡ് യു ദാറ്റ് യു ഷുഡ് ഗോ ആൻഡ് ബ്രിങ് ഫോർത്ത് ഫ്രൂട്ട് ആൻഡ് ദാറ്റ് യുവർ ഫ്രൂട്ട് ഷുഡ് റിമെയിൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുണ്ടായി ബൈബിളിലെ വാക്യമാണ്. യേശുസ് പറഞ്ഞത് നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങളെ ഓർഡൈൻ ചെയ്തു, അധികാരപ്പെടുത്തി, അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഗോ ആൻഡ് ബ്രിങ് ഫോർത്ത് ഫ്രൂട്ട്. നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ. അപ്പോൾ ഞാൻ പറയുണ്ടായി യേശു ക്രിസ്തു എന്തിനു വേണ്ടി അവരെ തിരഞ്ഞെടുത്തുവോ, എന്തിനു വേണ്ടി അവരെ ഓർഡൈൻ ചെയ്യുവോ, എന്തിനു വേണ്ടി അവരെ അധികാരപ്പെടുത്തിയോ, എന്തിനു വേണ്ടി അവർക്ക് ശക്തി കൊടുത്തോ, എന്തിനു വേണ്ടി അവരെ അധികാരപ്പെടുത്തിയോ, ആ അധികാരം മനസ്സിലാക്കി അവർ എന്താണ് ചെയ്തത്? യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അവർ ലോകത്തെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷത്തിൽ അവർ പറഞ്ഞത് മെയിനായിട്ടുള്ള സുവിശേഷം ഇതാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുക. ഇവിടെ യേശു ക്രിസ്തു മാത്രമല്ല ഈ സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമം മുതൽ ദൈവം തിരഞ്ഞെടുത്ത ദൈവദാസന്മാരും പ്രവാചകന്മാരും ഭൂമിയിൽ വന്ന് ജനത്തോട് സംസാരിച്ച, പ്രൊക്ലൈം ചെയ്ത, ആഹ്വാനം ചെയ്ത ഒരു കാര്യമാണ് മാനസാന്തരപ്പെടുക. യേശു ക്രിസ്തു പറയുകയുണ്ടായി അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ജോൺ ദ ബാപ്റ്റിസ്റ്റും വന്നു അത് തന്നെ പറഞ്ഞു, സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവീൻ. അപ്പോസ്തലന്മാരും ജനത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം തിരഞ്ഞെടുത്തവർ അത് അപ്പോസ്തലന്മാരിൽ കൂടെ തിരഞ്ഞെടുത്തു, അവരുടെ സുവിശേഷത്തിൽ കൂടെ തിരഞ്ഞെടുത്തതാണ്. ആദ്യമായി നമ്മൾ കണ്ട പെന്തക്കോസ്ത് ദിവസം യെരൂശലേമിൽ നിങ്ങൾ പോയി ഫലം കായ്ക്കണം എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയനുസരിച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം
പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും ലോകത്തോട് പ്രസംഗിച്ചു വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അവരുടെ ആ പരസ്യ ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിന്റെ ഹൃദയപ്രകാരമുള്ള അവന് മനസ്സിലായി ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തെങ്ങും പോയി സുവിശേഷം അറിയിച്ച് ജനങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയുള്ള സുവിശേഷം പറയുകയും അങ്ങനെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരെ ദൈവമാണ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നത് 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം മുതൽ. അങ്ങനെ 3000 പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറ്റി നിർത്തിയാൽ അപ്പോസ്തലന്മാരുടെ ഫലം കാണിച്ചത് അവിടെ ഫലം കായ്ച്ചു തുടങ്ങിയത് 3000 പേരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനും അവരെ ദൈവത്തിന് സഭയോട് ചേർക്കുവാൻ ഇടയായി. പിന്നീട് പത്രോസിന്റെ പ്രസംഗത്തിൽ ഫലം കായ്ച്ചവർ കൊർന്നല്യോസിന്റെ ഭവനക്കാരായിരുന്നു. കൊർന്നല്യോസിന്റെ ഭവനക്കാരും ചാർച്ചക്കാരും അവിടെ അവിടെ വീട്ടിലേക്ക് പത്രോസ് ചെന്ന് പ്രസംഗിച്ചപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഫലം കായ്ച്ചതാണ് കൊർന്നല്യോസിനെയും ഭവനത്തെയും യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനും അവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാനും ഇടയായി. അതുപോലെ ഫിലിപ്പ് ശമര്യാദേശത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷം പറഞ്ഞപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും സ്നാനമേറ്റു. അതാകുന്നു ദൈവത്തിനു വേണ്ടി ഫലം കായ്ച്ച ശമര്യയിലെ വിശ്വാസികൾ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ച്ചതാണ്. എഫെസോസിലെത്തി യോഹന്നാന്റെ മാനസാന്തര സ്നാനം ഏറ്റ ശിഷ്യന്മാരെ അവരോട് സുവിശേഷം പറയുകയും അവരെ ദൈവരാജ്യത്തിലേക്ക് ചേർക്കുകയും അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്തു എന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലർ പ്രവൃത്തി 19 കാണുവാൻ സാധിക്കും. അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞ അതേ രീതിയിലുള്ള ഫലം യേശുക്രിസ്തു തിരഞ്ഞെടുത്ത പൗലോസിൽ കൂടെയും നിറവേറുവാനിടയായി. ഏറ്റവും കൂടുതൽ സഭകൾ സ്ഥാപിച്ച ജാതിയരുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അപ്പോസ്തലന്മാരുടെ അവരുടെ സുവിശേഷ വേലയിൽ, അവരുടെ സുവിശേഷ പ്രഘോഷണങ്ങളിൽ എവിടെയെല്ലാം അവർ സുവിശേഷം പറഞ്ഞുവോ ആ സുവിശേഷ ഘോഷണത്തിന്റെ അവസാനം സ്നാനം നടന്നതായി ബൈബിളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തക്കവണ്ണം സുവിശേഷം പറഞ്ഞ് ജനങ്ങളുടെ ഹൃദയത്തിൽ മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി അപ്പോസ്തലന്മാരുടെ ഉപദേശം കാക്കുവാനും പാലിക്കുവാനും അവരോട് നിർദ്ദേശിച്ചു. അങ്ങനെ വന്ന ജനങ്ങളെ ദൈവത്തിൻ്റെ സഭയിലേക്ക് ചേർത്തു. ഈ ഫലങ്ങളാണ് അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുവാനിടയായത്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് എന്തൊക്കെയാണ് അധികാരം കൊടുത്തത്? ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. അതായത് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുവോ അത് നിർത്തപ്പെടും എന്നുവരെയുള്ള ആ പരമാധികാരം യേശുക്രിസ്തു കൊടുത്തത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കാകുന്നു. അങ്ങനെയെങ്കിൽ
പത്രോസിനോട് യേശുക്രിസ്തു പറയുണ്ടായി, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അപ്പോൾ ഈ ഭൂലോകത്ത് അപ്പോസ്തലന്മാർ പൂട്ടുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ പൂട്ടും, ഭൂമിയിൽ തുറക്കുന്നത് സ്വർഗത്തിൽ തുറന്നിരിക്കും. അങ്ങനെയെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ ദൈവം കൊടുത്ത താക്കോലുകൾ ഉപയോഗിച്ച അപ്പോസ്തലന്മാർ, അതിൽ പത്രോസിനോടാണ് പറഞ്ഞത്, പത്രോസ്, നീ പത്രോസാകുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ. മലയാളത്തിൽ താക്കോലുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായി കീസ്, KEYS എന്ന പ്ലൂറലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവരാജ്യത്തേക്ക് കടക്കുവാനുള്ള ആദ്യത്തെ താക്കോല് തിരിച്ചപ്പോൾ അതെന്താണ്? ആ താക്കോലാകുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറഞ്ഞ കീവേഡായിരിക്കുന്ന ആ താക്കോൽ തിരിച്ചപ്പോൾ 3000 പേര് ആ വാക്ക് കേട്ടു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3000 പേര് അവരോട് ചേർന്നു. ആരോട് ചേർന്നു? അപ്പോസ്തലന്മാരോട് ചേർന്നു. അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോരുന്നു എന്നുള്ള കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും വായിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാർ പ്രസംഗിച്ച പ്രസംഗമാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്നുള്ളത്. ഈ ഉപദേശം യേശുനാമക്കാരുടെ ഉപദേശമാണെന്നും ഇത് ദുരുപദേശമാണെന്നും നിങ്ങളെ കളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന, തൃത്വക്കാരായിരിക്കുന്ന വഞ്ചകന്മാർ, ആട്ടിൻതോലിട്ട് കുറുക്കന്മാരുടെ ചെന്നായുടെ വേഷമണിയുന്ന പാഷന്മാരെ നിങ്ങളുടെ സഭകളിൽ നിങ്ങൾക്ക് കാണാം. ഇല്ല എങ്കിൽ കണ്ടുകൊള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിക്കൊള്ളൂ. നിങ്ങൾ ഭരിക്കപ്പെടുന്നതായ നിങ്ങളുടെ പാഷന്മാർ, അവർ ബൈബിളിൻ്റെ വ്യവസ്ഥ പ്രകാരം, ബൈബിളിൻ്റെ വാക്യപ്രകാരം ചെന്നായുടെ വേഷം കിട്ടിയ ആടിൻ്റെ വേഷം തോന്നും, പക്ഷെ അവർ ഒറിജിനൽ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അപ്പോസ്തലന്മാർ, യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ, ഉപദേശങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് മനുഷ്യനിർമ്മിതമായ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാണ്. നിങ്ങൾ പെന്തക്കോസുകളിൽ പോകുന്ന വിശ്വാസികൾ എന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും ദൈവവചനത്തിലേക്ക് തിരിച്ചു വരണം. യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ എന്താ പ്രസ്താവിച്ചത്? അവരെന്ത് പ്രസംഗിച്ചു? അവരെന്ത് കാണിച്ചു? അവരെന്ത് മാതൃക ചെയ്തു? അവരാൽ എന്തെഴുതപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഈ കൃപായുഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയ വിശ്വാസികളെ, അല്ല എങ്കിൽ നിങ്ങൾ വഞ്ചനയുടെ ചതിക്കുഴിയിൽ പെട്ടിരിക്കുകയാകുന്നു എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ കള്ളയിടയന്മാരും കള്ള അപ്പോസ്തലന്മാരും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാകുന്നു എന്ന് മനസ്സിലാക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് അനേകർ നിങ്ങളെ തെറ്റിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആൻ ഈവിൽ ജനറേഷൻ സീക്ക് ആഫ്റ്റർ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. നശിക്കപ്പെട്ട തലമുറയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുന്നത്, ആൻ ഈവിൽ ജനറേഷൻ. എന്നാൽ ഈ കൃപായുഗത്തിൽ നമ്മൾ അറിയേണ്ടത് ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൽവറിയിൽ തൂങ്ങപ്പെട്ട, നമുക്ക് വേണ്ടി ജീവനെ നൽകപ്പെട്ട, നമുക്ക് വേണ്ടി ചാട്ടമാർ അടിയേറ്റ, നമുക്ക് വേണ്ടി മുൾമുടി അണിഞ്ഞവൻ, നമുക്ക് വേണ്ടി രക്തധാരിയായവൻ, നമുക്ക് വേണ്ടി തല്ലുകൊണ്ടവൻ, നമുക്ക് വേണ്ടി തുപ്പലേറ്റവൻ, നമുക്ക് വേണ്ടി പരിഹാസം സഹിച്ചവനായ ആ യേശു ക്രിസ്തു, ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണുന്നതായ ആ ദൈവം യഹോവ
യാവേ, ലോർഡ്, അഡോണി എന്ന് പറയുന്നതായ അതേ ദൈവം തന്നെ പുതിയ നിയമത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗവും മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ കാണപ്പെട്ട മനുഷ്യനായി കാണപ്പെട്ട ദൈവമാകുന്നു യേശുക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകയില്ല. മാന്യ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വിഷയം ഇതാണല്ലോ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകുന്നു, വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം വളരെ 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 അറിയുകയും വായിക്കുകയും കേൾക്കുകയും കേട്ടിട്ടുള്ളതുമായ കഥാപാത്രമാണ് പൗലോസ് എന്ന കഥാപാത്രം. അവൻ നേരത്തെ ശൗലായി ക്രിസ്ത്യാനികളെ മുടിപ്പിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും കൊല്ലുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുവാനുള്ള അധികാരപത്രം അധികാരികളോട് വാങ്ങി ഒരു ഹവോക്, ഹി മേഡ് എ ഹവോക് എമംഗ് ക്രിസ്ത്യൻസ് എന്നാണ് ബൈബിളിൽ പറയുന്നത്. മാത്രമല്ല, കശാപ്പ് ചെയ്യുന്ന സ്ലോട്ടർ എന്നാണ് അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ബൈബിളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ മുടിപ്പിച്ച് അവരെ തിരഞ്ഞെടുത്ത് അവരെ വലിച്ചിഴച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയതിനു ശേഷം ജയിലിലടയ്ക്കുന്ന മെയിൻ തൊഴിലായിരുന്നു ശൗൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആയിരിക്കുന്ന ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തതിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, But the Lord said unto him, Go the way, for he is a chosen vessel unto me to bear my name before the Gentiles and kings and the children of Israel. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഞാൻ ഈ വായിച്ചത് കർത്താവായ യേശു ക്രിസ്തു അനന്യാസിനോട് പറയുന്ന ഒരു കാര്യമാകുന്നു. അതായത്, അധികാരപത്രവുമായി ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി അറസ്റ്റ് ചെയ്ത് ഉപദ്രവിക്കാനും ജയിലിലടയ്ക്കുവാനും പത്രം വാങ്ങി ശൗല് ദമസ്കോസിന്റെ പടിവാതിക്കൽ വന്നപ്പോൾ ഇതാ സൂര്യനെ വെല്ലുന്ന പ്രഭയാൽ അവൻ വീണു. അപ്പോൾ അവൻ കേൾക്കുന്ന ശബ്ദമാണ്, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്നാണ് റിപ്ലൈ കേട്ടത്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, യേശു ക്രിസ്തു ശൗലിനോട് പറഞ്ഞത് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ സമയത്ത് യേശു ക്രിസ്തു ലോകത്തിലില്ല. അവൻ്റെ ജനനം, മരണം, അടക്കം, പുനരുത്ഥാനത്തിന് ശേഷം അവനിപ്പോൾ സ്വർഗാരോഹണത്തിന് ശേഷം ഡയറക്റ്റ് കേൾക്കുന്ന ശബ്ദമാകുന്നു, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത്. തീർച്ചയായിട്ടും ശൗൽ ആരെയാണ് ഉപദ്രവിച്ചത്? ശൗൽ ഉപദ്രവിച്ചത് ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യ സഭകളെയും ആകുന്നു. എന്നാൽ റിയലായിട്ടുള്ള ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യ സഭകളെയും ഉപദ്രവിക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. അവരോടും യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്നെ ആകുന്നു. അവര് യഥാർത്ഥ ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യ മാർഗത്തെയും ഉപദ്രവിക്കുമ്പോൾ മനസ്സിലാക്കുക, അവർ ഉപദ്രവിക്കുന്നത് യേശു ക്രിസ്തുവിനെ ആകുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, സൂര്യനെ വെല്ലുന്ന പ്രഭയാൽ അവൻ നിലത്ത് വീണു. പിന്നീട് കൂടെ വന്നവർ ശബ്ദമല്ലാതെ ഒന്നും കേട്ടില്ല. അവനെ ഒരു മുറിയിൽ കൊണ്ടുപോയി 3 ദിവസം കാഴ്ചയില്ലാത്തവനായി അവൻ്റെ കണ്ണ് അടയപ്പെട്ട് അവൻ ഉപവാസത്തിലായിരുന്നു എന്ന് ബൈബിളിൽ കാണുവാൻ സാധിക്കും. ഈ സമയത്ത് ശൗൽ ഒരു ദർശനം കാണുന്നു. അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നു. അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ കാഴ്ച ലഭിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടും ശൗലിന് ലഭിക്കുകയുണ്ടായി.
ഇതേ സമയത്ത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു അനന്യാസ് എന്ന് പറയുന്ന ശിഷ്യനോട് സംസാരിക്കുന്നത്. അവനോട് പറയുകയാണ്, ഗോ ദ വേ, ഫോർ ഹീസ് എ ചോസൺ വെസൽ അൺടു മീ ടു ബെയർ മൈ നെയിം ബിഫോർ ദ ജെന്റൈൽസ് ആൻഡ് കിങ്സ് ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. ഇങ്ങനെ പറയാണ്, പോകുക, അവൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രമാകുന്നു. He is a chosen vessel unto me to bear my name. എൻ്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാകുന്നു പൗലോസ് എന്ന് അനന്യാസിനോട് യേശു ക്രിസ്തു പറഞ്ഞു. മാത്രമല്ല, അവൻ എൻ്റെ നാമം ജാതികളുടെ മേലും രാജാക്കന്മാരുടെ മുമ്പിലും ഇസ്രായേൽ ജനത്തിന് മുഴുവനും വെളിപ്പെടുത്തുവാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രമാകുന്നു എന്ന് വളരെ വ്യക്തമായി ശൗലിനെ കുറിച്ച് അനന്യാസിനോട് ദൈവം സംസാരിക്കുന്നു. മാന്യ ശ്രോതാക്കളെ, സൗരസാരന്മാരെ, മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പ്, യേശു ക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ഈ ലോകത്തിന് അനുരൂപമായി സംസാരിക്കാനും ഈ ലോകത്തിൽ അവർ പാലിച്ചിരിക്കുന്നതായ കൽപ്പനകൾ, ന്യായപ്രമാണങ്ങൾ, ചട്ടങ്ങൾ പരിപാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ജനത്തോട് സംസാരിക്കാനല്ല അവരോട് ആവശ്യപ്പെട്ടത്. പിന്നെയോ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു എന്നാണ് പൗലോസ് പിന്നീട് പറയുകയുണ്ടായത്. അതുപോലെ അപ്പോസ്തലൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കുന്ന അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുകയുണ്ടായി, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു തിരഞ്ഞെടുത്ത യേശുക്രിസ്തു ശിഷ്യന്മാര്, യേശുക്രിസ്തുവിന്റെ ദാസന്മാര്, യേശുക്രിസ്തുവിന്റെ മക്കളായിരിക്കുന്ന എല്ലാവരും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷി പറയുക എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ യേശുക്രിസ്തു അവരോട് പറയുണ്ടായി, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളെ കുറിച്ചും യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് അപ്പോസ്തലന്മാരെങ്ങനെ സുവിശേഷം പ്രസംഗിച്ചോ, അവരേത് സുവിശേഷം എങ്ങനെ ജനത്തോട് അറിയിച്ചോ, ആ രീതിയിൽ തന്നെ ഈ 21-ാം നൂറ്റാണ്ടിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാരാൽ ലോകത്തിൽ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം യാതൊരു മാറ്റവുമില്ലാതെ ഇപ്പോഴും JCNDSD എന്ന ഗ്രൂപ്പിൽ കൂടെ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നു. അപ്പോസ്തലന്മാർ നടത്തിയ അതേ സുവിശേഷ പ്രഘോഷണം അത് 1-ാം നൂറ്റാണ്ടിൽ ആദ്യം യെരുശലേമിൽ വിളിച്ചു പറഞ്ഞ പത്രോസിനെ പോലെ ഞങ്ങൾ ഇപ്പോഴും വിളിച്ചു പറയുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ പൗലോസിനെ ദൈവം ഡയറക്റ്റ് തിരഞ്ഞെടുത്തതല്ലായിരുന്നു. ദൈവം തിരഞ്ഞെടുത്തത് 12 ശിഷ്യന്മാരാകുന്നു. അതിലൊരുവൻ നഷ്ടപ്പെട്ടു. എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ ഈ ശൗൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ദൈവം ഡയറക്റ്റ് അവന്റെ ശബ്ദത്തിൽ അവന് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരുവനായിരുന്നു പൗലോസ്. അപ്പോസ്തലൻ, യേശുക്രിസ്തു ഡയറക്റ്റ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും അവർ സ്നാനം കഴിപ്പിച്ചതും അനേകരെ ദൈവരാജ്യത്തിലേക്ക് കടത്തുവാനും ഫലം കായ്ക്കുവാനും ഇടയാക്കിയത് അവർ പ്രസംഗിച്ച സുവിശേഷം, നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്നാണ് ഡയറക്റ്റ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതെങ്കിൽ, ഇവിടെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തു അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുത്തതും അതേ സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കുവാനാണ്. അതുകൊണ്ടാണ് ജയിലിൽ കിടന്ന ബർന്നബാസും ശൗലുമായിരുന്നപ്പോൾ അന്ന് രാത്രിയിൽ ഭൂകമ്പം ഉണ്ടായി.
അനേകര് നശിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ജയിലറെയും കുടുംബത്തെയും രാത്രിയിൽ തന്നെ കൊണ്ടുപോയി അപ്പോസ്തലനായ പൗലോസും ശീലാസും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുത്തു എന്ന് മനസ്സിലാക്കാം. ഈ അപ്പോസ്തലൻ എഫെസോസിൽ ചെന്ന് യോഹന്നാന്റെ ശിഷ്യന്മാരെ അവർക്കും യേശുക്രിസ്തുവിനകത്ത് സ്നാനം കൊടുത്തു. പിന്നീട് 13 ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ആ ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ ആകുന്നു. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നുവോ എന്ന് ചിന്തിക്കുക വിശ്വാസികളെ. നിങ്ങൾ തൃത്വ പെന്തക്കോസ്തിൽ ഉള്ള ആരാധനയിൽ വളരെ വർഷങ്ങളായി സഭ പഠിപ്പിക്കുന്ന മാൻമേഡ് ക്രീഡ് ഡോഗ്മാസിൽ നിങ്ങളായി ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വളരെ ദുഃഖത്തോടുകൂടെ പറയാനുള്ളത്, നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പേര് തോമസ് എന്നോ ജോൺസൺ എന്നോ ചെറിയാനെന്നോ വിൽസണെന്നോ അതുപോലെ പല പല ക്രിസ്തീയ പേരുകൾ നിങ്ങൾ അറിയപ്പെടുകയും തൃത്വ പെന്തക്കോസ്തുകളായിരിക്കുന്ന AD 325 തൃത്വം എന്ന സംഹിതയിൽ ഇപ്പോഴും അടിത്തറ പാകി ആയിരിക്കുന്ന തൃത്വസഭകളിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയും പ്രമാണിക്കുകയും കാണിച്ചു തന്നതായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വ്യവസ്ഥയിലേക്ക് നിങ്ങളായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം ഏൽക്കാത്തതിനാൽ. അപ്പോസ്തലന്മാർ മുഴുവനും ബൈബിൾ ഉടനീളവും പറയുന്നതും രേഖപ്പെടുത്തുന്നതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ചാകുന്നു. ആ സ്നാനം ഏറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിട്ടില്ല. നിങ്ങളിപ്പോഴും പാപികളാണ്. ഇന്നല്ല നാളെ, അല്ലെങ്കിൽ ഒരു 120 150 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചു മരിച്ചാലും നിങ്ങളൊരു പാപിയായിട്ട് മരിക്കും. അങ്ങനെ പാപിയായി മരിക്കുന്ന ഒരു വ്യക്തി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ JCNDSD പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ സുവിശേഷമല്ല, പിന്നെയോ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, അപ്പോസ്തലന്മാർ കേട്ട സുവിശേഷം, അപ്പോസ്തലന്മാർ പ്രഘോഷിച്ച സുവിശേഷം, 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിൽ പ്രസംഗിച്ചു തുടങ്ങിയ സുവിശേഷം, അത് അനേകരുടെ രക്ഷയ്ക്കായി തീർന്ന സുവിശേഷം. ആ സുവിശേഷമാണ് ഇപ്പോഴും നിങ്ങൾ ഈ JCNDSD പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം ഒരിക്കലും കേട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവൊഴിവ് പറയാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്കില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ ഇത് നിങ്ങളുടെ നേതാക്കന്മാരിക്കുന്ന പാസ്റ്റർമാരോട് നിങ്ങൾ പറഞ്ഞാൽ അവർ ഉടനെ പറയും ഇത് ദുരുപദേശമാണ്, ഇത് യേശുനാമക്കാരുടെ ഉപദേശമാണെന്ന് പറഞ്ഞ് നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. എങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ ദുരുപദേശകന്മാർ, ഈ കള്ളപ്പാഷന്മാർ, ഈ കള്ളപ്രവാചകന്മാർ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുത്തണോ, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തണമോ, എന്നേക്കുമായി നിങ്ങൾ തീപ്പൊയിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കണമോ, അതോ രക്ഷയെങ്കിലേക്ക് വരണമോ? 1-ാം നൂറ്റാണ്ടിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടവരെ ദൈവസഭയോട് ചേർത്ത 3000 പേർ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലേ സ്നാനമേറ്റത്? കൊർന്നൊല്യോസിന്റെ ഭവനക്കാർ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലേ സ്നാനമേറ്റത്? ശമരിയയിലുള്ളവർ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലേ സ്നാനമേറ്റത്? അപ്പോസ്തലനായ പൗലോസ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പൗലോസ് യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലേ സ്നാനം കൊടുത്തത്? അങ്ങനെയെങ്കിൽ ബൈബിൾ ഉടനീളം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അങ്ങനെ സ്നാനപ്പെടുന്നവരെ ദൈവത്തിന് സഭയോട് ചേർക്കുമെന്നുള്ള വളരെ വ്യക്തവും ക്ലിയറുമായിട്ടുള്ള ഉപദേശങ്ങൾ ബൈബിളിൽ കാണുമ്പോൾ അതിനെ ഞാൻ കേട്ടില്ല, കണ്ടില്ല, ഞങ്ങളെ പഠിപ്പിച്ചില്ല എന്ന് ഉള്ള എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങളുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി നിങ്ങളുടെ നിത്യത തീപ്പൊകയിലാകുവാതിരിക്കാൻ വേണ്ടിയാണ് JCNDSDയിലുള്ള ഞങ്ങൾ ഈ കൃപായുഗത്തിൽ 21-ാം നൂറ്റാണ്ടിലും 1-ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം ഞങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈസ്റ്റർ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത മാന്യ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും 1-ാം നൂറ്റാണ്ടിലെ പോലെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട 3000 പേരെ
കൊർന്നൊല്യോസിന്റെ ഭവനത്തിലുള്ളവരെ പോലെ, ശമര്യയിലുള്ളവരെ പോലെ, എഫെസസിലുള്ളവരെ പോലെ, അതുപോലെ തന്നെ ബൈബിളിൽ കാണുന്ന എഫേസ്യർ, കൊരിന്ത്യർ, റോം, അതുപോലെ ഏതൊക്കെ സഭകൾ കാണുന്നുണ്ടോ ബൈബിളിൽ, ആ സഭയിലുള്ള എല്ലാവരും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട വിശ്വാസികളായിരുന്നു. അതുകൊണ്ട് നിങ്ങളും അതേ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും പാപങ്ങളെ മോചിക്കുന്ന സ്നാനമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവിൻ്റെ സഭയിൽ ചേരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ബൈബിളിൽ പറയുന്ന അപ്പോസ്തലന്മാർ കൽപ്പിച്ച, അപ്പോസ്തലന്മാർ പ്രമാണിച്ച, അപ്പോസ്തലന്മാർ പ്രഘോഷിച്ച അതേ സ്നാനം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ മോചനത്തിന് വേണ്ടിയുള്ള സ്നാനം, നിങ്ങളുടെ പാപം കഴുകിക്കളയാനുള്ള സ്നാനം, നിങ്ങളുടെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തപ്പെടുവാനുള്ള സ്നാനം, ക്രിസ്തുവിനെ ധരിക്കുവാനുള്ള സ്നാനം, ഇതേക്കുറിച്ചാണ് ഞങ്ങൾ ഈ സുവിശേഷം JCNDS കൂടെ മെയിൻ ഫോക്കസായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, നിന്റെ രക്ഷയ്ക്കുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അതെന്താണ്? അത് ബൈബിളിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു ക്രിസ്തു എന്ന നാമത്തിലല്ലാതെ വേറെ ഒരു രക്ഷയില്ല, വേറെ ഒരു വീണ്ടെടുപ്പില്ല എന്നറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്.